നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൻ്റെ ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. 2025 പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2025 മാർച്ചിൽ US-ന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയാണ് 2025 മാർച്ചിൽ US-ന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 2025 ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ചെങ്ങന്നൂർ ശ്രീകുമാറാണ്. 2025 ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ചെങ്ങന്നൂർ ശ്രീകുമാർ. 2025 ചിലി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ആരാണ്? ഋതിക് ബൊല്ലിപ്പള്ളി ആൻഡ് നിക്കോളാസ് ബാരിൻഡോസ് ആണ്. ഋതിക് ചൗധരി ബൊല്ലിപ്പള്ളിക്കും നിക്കോളാസ് ബാരിൻഡോസിനുമാണ് 2025 ചിലി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് കിരീടം ലഭിച്ചത്. 2025 മാർച്ചിൽ US-ന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഏത് ഭാഷയാണ്? ഇംഗ്ലീഷാണ്. 2025 ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ചെങ്ങന്നൂർ ശ്രീകുമാർ. 2025 ചിലി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ആരൊക്കെയാണ്? ഋതിക് ചൗധരി ബൊല്ലിപ്പള്ളിക്കും നിക്കോളാസ് ബാരിൻഡോസിനുമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 മാർച്ചിൽ സംസ്ഥാന ജലവിവര കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഒഡീഷയാണ്. അപ്പോൾ ഒഡീഷയാണ് 2025 മാർച്ചിൽ സംസ്ഥാന ജലവിവര കേന്ദ്രം സ്ഥാപിക്കുവാനായിട്ട് തീരുമാനിച്ചത്. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ലോക ചെസ് ചാമ്പ്യൻ ബോറിസ് പാസ്കിയാണ്. അപ്പോൾ ബോറിസ് പാസ്കി ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചെസ്സുമായിട്ടാണ്. അപ്പോൾ മുൻ ലോക ചെസ് ചാമ്പ്യനായ ബോറിസ് പാസ്കി 2025 മാർച്ചിൽ അന്തരിച്ചു. 2025 വേൾഡ് ഒബിസിറ്റി ഡേയുടെ പ്രമേയം എന്താണ്? ചേഞ്ചിങ് സിസ്റ്റംസ് ഹെൽത്തിയർ ലിവ്സ് എന്നതാണ് 2025 വേൾഡ് ഒബിസിറ്റി ഡേയുടെ പ്രമേയം. എന്നാണ് ഒബിസിറ്റി ഡേ? മാർച്ച് 4 ഒബിസിറ്റി ഡേ. വേൾഡ് ഒബിസിറ്റി ഡേ ആണ് മാർച്ച് 4. 2025 മാർച്ചിൽ സംസ്ഥാന ജലവിവര കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ലോക ചെസ് ചാമ്പ്യനാണ് ബോറിസ് പാസ്കി. 2025 വേൾഡ് ഒബിസിറ്റി ഡേയുടെ പ്രമേയമാണ് ചേഞ്ചിങ് സിസ്റ്റംസ് ഹെൽത്തിയർ ലിവ്സ് എന്നത്. വേൾഡ് ഒബിസിറ്റി ഡേ എന്നാണ് മാർച്ച് 4. 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KV കുമാരനാണ്. KV കുമാരനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത്. SL ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനയുടെ മലയാള വിവർത്തനത്തിനാണ് അദ്ദേഹത്തിന് 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? KV കുമാരനാണ്. SL ഭൈരപ്പയുടെ കന്നഡ നോവലാണ് യാന. ഈ യാനയുടെ മലയാള വിവർത്തനത്തിനാണ് ആരെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനാക്കിയത്? KV കുമാരൻ. 2025 ഹരിത വിദ്യാലയ പദവി നേടിയ സ്കൂൾ ഏതാണ്? അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിനാണ് 2025 ഹരിത വിദ്യാലയ പദവി ലഭിച്ചത്. 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായതാരാണ്? KV കുമാരനാണ്. SL ഭൈരപ്പയുടെ കന്നഡ നോവലാണ് യാന. ഈ യാനയുടെ മലയാള വിവർത്തനത്തിനാണ് 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ പുരസ്കാരം KV കുമാരന് ലഭിച്ചത്. 2025 ഹരിത വിദ്യാലയ പദവി നേടിയ സ്കൂൾ ഏതാണ്? അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളാണ്.
സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അസമാണ്. അസമാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. അസം സാറ്റ് എന്നാണ് ഇതിന് പേരിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അസം സാറ്റ്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അസം. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 മാർച്ചിൽ ആഘോഷിക്കുന്നത്? 100ാമത് വാർഷികമാണ്. 100ാമത് വാർഷികമാണ് 2025 മാർച്ചിൽ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയതിന്റെ വാർഷികമായിട്ട് ആഘോഷിക്കുന്നത്. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KP സുധീര. KP സുധീരയ്ക്കാണ് 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അസമാണ്. ഇതിന് ഏത് പേരാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്? അസം സാറ്റ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയതിന്റെ എത്രാമത് വാർഷികമാണ് 2025 മാർച്ചിൽ ആഘോഷിക്കുന്നത്? 100ാമത് വാർഷികം. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? KP സുധീര. ഹ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഗോട്ടിമാലയിലാണ്. ഗോട്ടിമാലയിലാണ് ഹ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഹ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഗോട്ടിമാല. 2025 ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് എന്നാണ്? 2025 മാർച്ച് 14-നാണ്. 2025 മാർച്ച് 14-നാണ് 2025 ആദ്യത്തെ ചന്ദ്രഗ്രഹണം ദൃശ്യമായത്. 2025 ജലസുസ്ഥിരതാ സമ്മേളനം സംഘടിപ്പിച്ച നഗരം ഏത്? ന്യൂഡൽഹിയാണ്. അപ്പോൾ 2025 ജലസുസ്ഥിരതാ സമ്മേളനം സംഘടിപ്പിച്ച നഗരം ഏതാണ്? ന്യൂഡൽഹി. ഹ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഗോട്ടിമാല. 2025 ആദ്യത്തെ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് എന്നാണ്? 2025 മാർച്ച് 14-നാണ്. 2025 ജലസുസ്ഥിരതാ സമ്മേളനം സംഘടിപ്പിച്ച നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. ഇത്ര നമുക്കൊന്നുകൂടി നോക്കാം. 2025 മാർച്ചിൽ US-ന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഏതു ഭാഷയാണ്? ഇംഗ്ലീഷ്. 2025 G ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ചെങ്ങന്നൂർ ശ്രീകുമാർ. 2025 ചിലി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ആരാണ്? ഋതിക് ചൗധരി ബൊല്ലിപ്പള്ളിയും നിക്കോളാസ് ബാരിയന്റൂസുമാണ്. 2025 മാർച്ചിൽ സംസ്ഥാന ജലവിവര കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഒഡീഷ. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? ബോറിസ് പാസ്കി. 2025 വേൾഡ് ഒബിസിറ്റി ഡേയുടെ പ്രമേയം എന്താണ്? ചേഞ്ചിങ് സിസ്റ്റംസ് ഹെൽത്തിയർ ലിവ്സ് എന്നാണ് വേൾഡ് ഒബിസിറ്റി ഡേ മാർച്ച് 4. 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായതാര്? KV കുമാരൻ. SL ഭൈരപ്പയുടെ കന്നഡ നോവലാണ് യാന. ഈ യാനയുടെ മലയാള വിവർത്തനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2025 ഹരിത വിദ്യാലയ പദവി നേടിയ സ്കൂൾ ഏതാണ്? അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? അസമാണ്. അസം സാറ്റ് എന്നാണ് ഇതിന് പേരിടാൻ ഉദ്ദേശിക്കുന്നത്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 മാർച്ചിൽ ആഘോഷിക്കുന്നത്? 100. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? KP സുധീര. ഹ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഗോട്ടിമാല. 2025 ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് എന്നാണ്? 2025 മാർച്ച് 14. 2025 ജലസുസ്ഥിരതാ സമ്മേളനം സംഘടിപ്പിച്ച നഗരം ഏത്? ന്യൂഡൽഹി. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയത് ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായത് 2025 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായതാരാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്.
ഹോൾബർഗ് പുരസ്കാരം നൽകുന്നത് ഏത് രാജ്യമാണ്? നോർവേ ആണ്. കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന പക്ഷിഗ്രാമം ഏത്? കിതൂർ ആണ്. കാസർഗോഡ് ജില്ലയിലെ കിതൂർ ആണ് കേരളത്തിൽ പുതുതായി നിലവിൽ വരാൻ പോകുന്ന പക്ഷിഗ്രാമം. 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസ് തിരിച്ചെത്തിയ പേടകം ഏത്? ഡ്രാഗൺ ക്രൂ 9 ആണ്. ഏതാണ്? ഡ്രാഗൺ ക്രൂ 9 ആണ്. 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസ് തിരിച്ചെത്തിയ പേടകം. 2025 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ കലാമണ്ഡലം സരസ്വതി ഏതു മേഖലയിലാണ് പ്രശസ്ത? മോഹിനിയാട്ടം. 2025 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ കലാമണ്ഡലം സരസ്വതി ഏത് മേഖലയിലാണ് പ്രശസ്തിയായിട്ടുള്ളത്? മോഹിനിയാട്ടം. 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏത്? മേഘാലയാണ്. 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ്? മേഘാലയ. ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 6ാമത്തെ രാജ്യമാണ്. ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഏത്? ഇന്ത്യ. രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം 2025 ലഭിച്ചത് KC വേണുഗോപാലിനാണ്. രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? KC വേണുഗോപാൽ. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118 ആണ്. 1ാം സ്ഥാനം ലഭിച്ചത് ഫിൻലൻഡിനാണ്. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ്? ഫിൻലൻഡിനാണ്. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം. കണ്ണൂർ ജില്ലയിലാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷനാണിത്, കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ല. ഡോക്ടർ കെ രത്നമ്മ ഏത് രംഗത്തെ ഗവേഷണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഭാഷാ ഗവേഷണം. ഡോക്ടർ കെ രത്നമ്മ ഏത് രംഗത്തെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷാ ഗവേഷണം. എക്സർസൈസ് സി ഡ്രാഗൺ 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. എക്സർസൈസ് സി ഡ്രാഗൺ 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 2025 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് നേടിയത് ആരാണ്? ഗുണ്ടർ ബ്ലോഷിലാണ് 2025 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് നേടിയത്. അപ്പോൾ ഗുണ്ടർ ബ്ലോഷിലിനാണ് 2025 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ചത്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ല. ഡോക്ടർ കെ രത്നമ്മ ഏത് രംഗത്തെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷാ ഗവേഷണം. എക്സർസൈസ് സി ഡ്രാഗൺ 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 2025 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഗുണ്ടർ ബ്ലോഷിലിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 59ാമത് ജ്ഞാനപീഠ അവാർഡ് നേടിയ വിനോദ് കുമാർ ശുക്ലയുടെ സ്വദേശം എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണ്. അപ്പോൾ ഛത്തീസ്ഗഡ് സ്വദേശിയാണ് വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. കവി വള്ളത്തോളിന്റെ ജീവിതവും ദർശനവും പ്രമേയമാക്കി അനിൽ വള്ളത്തോൾ രചിച്ച നോവൽ ഏതാണ്? നിർനിമേഷമായി നിൽക്ക. ഏതാണ്? നിർനിമേഷമായി നിൽക്ക എന്ന നോവലാണ് അനിൽ വള്ളത്തോൾ രചിച്ചത്. ആരുടെ ജീവിതവും ദർശനവും പ്രമേയമാക്കിക്കൊണ്ടാണ്? കവി വള്ളത്തോളിന്റെ ജീവിതവും ദർശനവും പ്രമേയമാക്കി അനിൽ വള്ളത്തോൾ രചിച്ച നോവലാണ് നിർനിമേഷമായി നിൽക്ക. പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോത്രജീവിക. അപ്പോൾ ഗോത്രജീവിക പദ്ധതി എന്താണ്?
പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്? ഗോത്രജീവിക. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. വിനോദ് കുമാർ ശുക്ലയുടെ സ്വദേശം എവിടെയാണ്? ഛത്തീസ്ഗഡ്. കവി വള്ളത്തോളിന്റെ ജീവിതവും ദർശനവും പ്രമേയമാക്കി അനിൽ വള്ളത്തോൾ രചിച്ച നോവൽ ഏതാണ്? നിർനിമേഷമായി നിൽക്ക. പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഗോത്രജീവിക. ഇത്രയും നമുക്കൊന്നുകൂടി നോക്കാം. നോർവേയുടെ ഉന്നത ബഹുമതിയാണ് ഹോൾബർഗ് പുരസ്കാരം. ഇതാർക്കാണ് 2025 ലഭിച്ചത്? ഗായത്രി ചക്രവർത്തി സ്പിവാക്കിനാണ്. കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന പക്ഷിഗ്രാമം ഏതാണ്? കാസർഗോഡ് ജില്ലയിലെ കിദൂർ. 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസ് തിരിച്ചെത്തിയ പേടകം ഏതാണ്? ഡ്രാഗൺ ക്രൂ 9. 2025 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ കലാമണ്ഡലം സരസ്വതി ഏത് മേഖലയിൽ പ്രശസ്തയാണ്? മോഹിനിയാട്ടം. 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ്? മേഘാലയ. ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 6. രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം 2025 അർഹനായതാരാണ്? KC വേണുഗോപാൽ. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ലഭിച്ചതാർക്കാണ്? ഫിൻലൻഡിനാണ്. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? വിനോദ് കുമാർ ശുക്ല. ഡോക്ടർ കെ രത്നമ്മ ഏത് രംഗത്തെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷാ ഗവേഷണം. എക്സർസൈസ് സി ഡ്രാഗൺ 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 2025 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച ആർക്കാണ്? ഗുണ്ടർ ബ്ലോഷിലിനാണ്. 59ാമത് ജ്ഞാനപീഠ അവാർഡ് നേടിയ വിനോദ് കുമാർ ശുക്ലയുടെ സ്വദേശം എവിടെയാണ്? ഛത്തീസ്ഗഡ്. കവി വള്ളത്തോളിന്റെ ജീവിതവും ദർശനവും പ്രമേയമാക്കി അനിൽ വള്ളത്തോൾ രചിച്ച നോവൽ ഏതാണ്? നിർനിമേഷമായി നിൽക്ക. പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഗോത്രജീവിക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 മാർച്ചിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? കൃഷ്ണലാൽ ഛദ്ദ. ആരാണ്? കൃഷ്ണലാൽ ഛദ്ദ. അദ്ദേഹം ഒരു കാർഷിക ശാസ്ത്രജ്ഞനായിരുന്നു, പത്മശ്രീ പുരസ്കാര ജേതാവും ആയിരുന്നു. 2025 മാർച്ചിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? കൃഷ്ണലാൽ ഛദ്ദ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? കേരള ഇൻ ഇന്ത്യാസ് ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്നതാണ്. അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? കേരള ഇൻ ഇന്ത്യാസ് ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. GSAT-18 ഏത് തരം ഉപഗ്രഹമാണ്? ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-18. GSAT-18 ഏത് തരം ഉപഗ്രഹമാണ്? ആശയവിനിമയ ഉപഗ്രഹം. 2025 ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് വേദി എവിടെയാണ്? അമേരിക്കയിലാണ്. 2025 ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി അമേരിക്ക. 2025 മാർച്ചിൽ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച രോഗപ്രവചന ഡിജിറ്റൽ സംവിധാനം ഏത്? എപ്പിഫോം ആണ്. എപ്പിഫോം. അപ്പോൾ എന്താണ് എപ്പിഫോം? 2025 മാർച്ചിൽ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച രോഗപ്രവചന ഡിജിറ്റൽ സംവിധാനമാണ്. മ്യാൻമാറിലെ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ ആരംഭിച്ച മാനുഷിക സഹായ പദ്ധതി ഏത്? ഓപ്പറേഷൻ ബ്രഹ്മ. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ബ്രഹ്മ? മ്യാൻമാറിലെ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ ആരംഭിച്ച മാനുഷിക സഹായ പദ്ധതിയാണേത്? ഓപ്പറേഷൻ ബ്രഹ്മ. കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി ഏത്? ദീപ്തി. അപ്പോൾ കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതിയുടെ പേരെന്താണ്? ദീപ്തി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 2025 പുതുക്കിയ വേതനം എത്രയാണ്?
കേരളത്തിൽ 369 രൂപയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം. 23 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്നത് ഹരിയാനയിലാണ്. 400 രൂപയാണ് ഹരിയാനയിൽ. ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ്. 241 രൂപ വീതമാണ്. അപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം കേരളത്തിൽ 23 രൂപ വർദ്ധിപ്പിച്ച് 369 രൂപയാണ്. ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഹരിയാന സംസ്ഥാനമാണ്. എത്രയാണ്? 400 രൂപയാണ്. ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശും നാഗാലാൻഡിലുമാണ്. 241 രൂപ വീതമാണ്. ഡിജി യാത്ര പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം ഏത്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഡിജി യാത്ര പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ആര്? എം ലീലാവതി. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? എം ലീലാവതി. 2025 ആബേൽ സമ്മാനത്തിന് അർഹനായത് ആരാണ്? മസാക്കി കഷിവാരയാണ്. മസാക്കി കഷിവാരയ്ക്കാണ് 2025 ആബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 മാർച്ചിൽ അന്തരിച്ച പീറ്റർ ലിവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 2025 മാർച്ചിൽ അന്തരിച്ച പീറ്റർ ലിവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. 2025 മാർച്ചിൽ പ്രതിഭാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പോൾ 2025 മാർച്ചിൽ പ്രതിഭാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം ഏത്? ഇൽ ഫോക് ലിയോ. ഏതാണ്? ഇൽ ഫോക് ലിയോ. അപ്പോൾ പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ഇൽ ഫോക് ലിയോ. ഇൽ ഫോക് ലിയോ. 2025 മാർച്ചിൽ അന്തരിച്ച പീറ്റർ ലിവർ ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് കായിക ഇനവുമായിട്ടാണ്? ക്രിക്കറ്റ്. 2025 മാർച്ചിൽ പ്രതിഭാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പി. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം ഏത്? ഇൽ ഫോക് ലിയോ. നമുക്ക് ഇത്രയും കൊണ്ട് നോക്കാം. 2025 മാർച്ചിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? കൃഷ്ണലാൽ ഛദ്ദ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകമേത്? കേരള ഇൻ ഇന്ത്യാസ് ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. ജിസാറ്റ് 18 ഏതുതര ഉപഗ്രഹമാണ്? ആശയവിനിമയ ഉപഗ്രഹം. 2025 ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് വേദി അമേരിക്ക. 2025 മാർച്ചിൽ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച രോഗപ്രവചന ഡിജിറ്റൽ സംവിധാനം ഏത്? എപ്പിഫോം. മ്യാൻമാറിലെ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ ആരംഭിച്ച മാനുഷിക സഹായ പദ്ധതി ഏത്? ഓപ്പറേഷൻ ബ്രഹ്മ. കേരളത്തിൽ കാഴ്ചപരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി ഏതാണ്? ദീപ്തി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുതുക്കിയ വേതനം 2025 എത്രയാണ്? കേരളത്തിലെ 369 രൂപയാണ്. 23 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ ഹരിയാനയ്ക്കാണ് 400 രൂപ. ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും 241 രൂപ വീതമാണ്. ഡിജി യാത്ര പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ആര്? എം ലീലാവതി. 2025 ആബേൽ സമ്മാനത്തിന് അർഹനായത് മസാക്കി കഷിവാര. 2025 മാർച്ചിൽ അന്തരിച്ച പീറ്റർ ലിവർ ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം ഏത്? ക്രിക്കറ്റ്. 2025 മാർച്ചിൽ പ്രതിഭാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര്? ശ്രീകുമാരൻ തമ്പി. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം ഏത്? ഇൽ ഫോക് ലിയോ. അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യത്ത് ഏറ്റവും കൂടിയ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏത്? മധ്യപ്രദേശാണ്. അപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടിയ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ 2025 ക്ഷീരസഹകാരി അവാർഡിന് അർഹനായത് ആര്?
JS സജു ആണ്. അപ്പോൾ ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ 2025 ക്ഷീര സഹകാരി അവാർഡിന് അർഹനായത് ആരാണ്? JS സജു ആണ്. JS സജു. രാജ്യത്തെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ആരാണ്? അഞ്ജു രതി റാണയാണ്. ആരാണ്? അഞ്ജു രതി റാണ. രാജ്യത്തെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ആരാണ്? അഞ്ജു രതി റാണ. റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃക പൊതുടങ്ങളാക്കി മാറ്റുന്നതിനായുള്ള കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃക പൊതുടങ്ങളാക്കി മാറ്റുന്നതിനായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയിലെ വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വാവലംബിനി സംരംഭം ആരംഭിച്ച മന്ത്രാലയം ഏത് സംരംഭമാണ്? സ്വാവലംബിനി സംരംഭം. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയമാണ് ഇന്ത്യയിലെ വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വാവലംബിനി സംരംഭം ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. നമുക്ക് ഇത് ആദ്യം തൊട്ട് ഒന്നുകൂടി നോക്കാം. 2025 മാർച്ചിൽ US-ന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഏതാണ്? ഇംഗ്ലീഷ്. 2025 ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ആര്? ചെങ്ങന്നൂർ ശ്രീകുമാർ. 2025 ചിലി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ആരാണ്? ഋതിക് ചൗധരി, ബൊല്ലിപ്പള്ളിയും നിക്കോളാസ് ബാരിൻഡൂസുമാണ്. 2025 മാർച്ചിൽ സംസ്ഥാന ജലവിവര കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമേത്? ഒഡീഷ. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? ബോറിസ് പാസ്കി. 2025 വേൾഡ് ഒബിസിറ്റി ഡേയുടെ പ്രമേയം എന്ത്? ചേഞ്ചിങ് സിസ്റ്റംസ് ഹെൽത്തിയർ ലിവ്സ് എന്നാണ് ഒബിസിറ്റി ഡേ മാർച്ച് 4. 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് KV കുമാരനാണ്. നോവൽ ഏതാണ്? SL ഭൈരപ്പിയുടെ കന്നഡ നോവലായ യാനയുടെ മലയാള വിവർത്തനത്തിനാണ്. 2025 ഹരിത വിദ്യാലയ പദവി നേടിയ സ്കൂൾ ഏതാണ്? അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമേത്? അസം എന്നാണ്. അസം സാറ്റ് എന്നാണ് ഇതിന് പേര് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 മാർച്ചിൽ ആഘോഷിക്കുന്നത്? 100. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? KP സുധീര. ഹ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഗോട്ടിമാല. 2025 ആദ്യ ചന്ദ്രൻ എന്നാണ്? 2025 മാർച്ച് 14. 2025 ജലസുസ്ഥിരതാ സമ്മേളനം സംഘടിപ്പിച്ച നഗരമേത്? ന്യൂഡൽഹി. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയത് ആര്? ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന പക്ഷിഗ്രാമം ഏത്? കാസർഗോഡ് ജില്ലയിലെ കിതൂർ. 9 മാസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷം സുനിത വില്യംസ് തിരിച്ചെത്തുന്ന പേടകം ഏതാണ്? ഡ്രാഗൺ ക്രൂ 9. 2025 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ കലാമണ്ഡലം സരസ്വതി ഏത് മേഖലയിൽ പ്രശസ്തയാണ്? മോഹിനിയാട്ടം. 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമേത്? മേഘാലയ. ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 6. രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം 2025 അർഹനായത് ആരാണ്? KC വേണുഗോപാലാണ്. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118 ആണ്. 1ാം സ്ഥാനം ഫിൻലൻഡിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കണ്ണപുരം, കണ്ണൂർ. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. ഡോക്ടർ K രത്നമ്മ ഏത് രംഗത്തെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷാ ഗവേഷണം. എക്സർസൈസ് സീ ഡ്രാഗൺ 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. 2025 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് നേടിയത് ആരാണ്? ഗുണ്ടർ ബ്ലോഷ്ലാണ്. 59ാമത് ജ്ഞാനപീഠ അവാർഡ് നേടിയ വിനോദ് കുമാർ ശുക്ലയുടെ സ്വദേശം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. കവി വള്ളത്തോളിന്റെ ജീവിതവും ദർശനവും പ്രമേയമാക്കി അനിൽ വള്ളത്തോൾ രചിച്ച നോവലാണ് നിർനിമേഷമായി നിൽക്ക. പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഗോത്ര ജീവിക. 2025 മാർച്ചിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി കൃഷ്ണലാൽ ചദ്ദ.
കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? കേരള ഇൻ ഇന്ത്യസ് ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. GSAT-18 ഏതൊരു ഉപഗ്രഹമാണ്? ആശയവിനിമയ ഉപഗ്രഹം. 2025 ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് വേദി അമേരിക്ക. 2025 മാർച്ചിൽ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച രോഗപ്രവചന ഡിജിറ്റൽ സംവിധാനമേത്? എപ്പിഫോം. മ്യാൻമാറിലെ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ ആരംഭിച്ച മാനുഷിക സഹായ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ബ്രഹ്മ. കേരളത്തിൽ കാഴ്ചപരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി ഏത്? ദീപ്തി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം കേരളത്തിൽ എത്രയാണ്? 369 രൂപയാണ്. എത്രയാണ് വർദ്ധിപ്പിച്ചത്? 23 രൂപ. ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ എത്ര രൂപയാണ്? 400 രൂപ. ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് 241 രൂപ വീതം. ഡിജിയാത്ര പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 2025 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് M. ലീലാവതി. 2025 ആബേൽ സമ്മാനത്തിന് അർഹനായത് മസാക്കെ കഷിവാര. 2025 മാർച്ചിൽ അന്തരിച്ച പീറ്റർ ലിവർ ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം ഏതാണ്? ക്രിക്കറ്റ്. 2025 മാർച്ചിൽ പ്രതിഭാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ശ്രീകുമാരൻ തമ്പി. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ഇൽ ഫോക്ലിയോ. രാജ്യത്തെ ഏറ്റവും കൂടിയ ശിശു മരണനിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ 2025 ക്ഷീര സഹകാരി അവാർഡിന് അർഹനായത് JS സജു. രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജുരതി റാണ. റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃകാ പൊതുടങ്ങളാക്കി മാറ്റുന്നതിനായുള്ള കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം. ഇന്ത്യയിലെ വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വാവലംബിനി സംരംഭം ആരംഭിച്ച മന്ത്രാലയം നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. മറ്റു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.